സോ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? രണ്ടാമത്തെ ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, അതായത് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. അപ്പൊ ഇതില് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല പറയുന്നത്, എന്നോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട രശ്മി ടീച്ചർ ഉണ്ട്. രശ്മി ടീച്ചർ, യെസ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പോ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ട്. അപ്പൊ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയാം. ഓക്കെ. അപ്പൊ ഇതില് ആദ്യമായിട്ട് വരുന്നത് ഐഡിയോളജീസ് റെവല്യൂഷൻസ് ദാറ്റ് ഗംഗാ ബേസിൻ, അതായത് ഗംഗാ തടത്തിലെ ആശയ വിപ്ലവം. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത്, ആ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആശയപരമായിട്ടും മറ്റു കാര്യം. അപ്പൊ അതൊരു 3 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വാട്ട് ആർ ദ മെറ്റീരിയൽസ് കണ്ടീഷൻസ് ദ ഗംഗാ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഐഡിയാസ്, അതായത് പുതിയ ഐഡിയാസ് വന്നതിന് ഗംഗാ സമതലത്തിലെ നിവാസികൾക്ക് അല്ലെ എന്തെല്ലാം ഹെൽപ്ഫുൾ ആയി. കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് കണ്ടുപിടിക്കുകയുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, അത് കൃഷിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ ആ ഒരു മാറ്റത്തിലേക്ക് അവരെ മാറാൻ പ്രേരിപ്പിച്ച ഫാക്ടർ, അതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, what are the factors forced people to think against the Vedic rituals, അല്ലെ? കാരണം അവിടെ നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു അനാചാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അവരുടെ മൃഗങ്ങളെ ബലി കൊടുക്കൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റം അവർക്ക് ഒട്ടും അതിനോട് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ ചതുർവർണ്ണ്യം ആ ഒരു കാലഘട്ടത്തിൽ വർണ്ണ സിസ്റ്റം. ഇനി ഇതിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ഗഹപതികൾ. വർണ്ണ സിസ്റ്റത്തിൽ നിന്നും പുറത്ത് നിന്നിരുന്ന അല്ലെങ്കിൽ ആ ഒരു ചതുർവർണ്ണയത്തിൽ പെടാതിരുന്ന ആളുകളാണ് ഗഹപതികൾ എന്ന് പറയുന്നത്. അപ്പോ ആരാണ് ഹു വാസ് ഗഹപതീസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഗഹപതി ശരിക്കും വർണ്ണ സിസ്റ്റത്തിൽ പെടുന്ന ആളല്ല, അതിന് പുറത്തു വരുന്ന ആളാണ്. പക്ഷെ ട്രേഡേഴ്സ് ആണ്, അവർക്ക് ലാൻഡ് ഉണ്ട്, അവരുടെ കയ്യില് ലാൻഡ് ഓണേഴ്സ് ആണ് അവര്. വൈശ്യരെ പോലെ തന്നെ ട്രേഡേഴ്സ് ആണ് ഒരു പ്രത്യേകത അവർക്കുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു മാറ്റം അല്ലെ മാറ്റമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതിപ്പോ ഏതായിരിക്കാം? ജൈനിസം. യെസ്, വെരി ഗുഡ്. ജൈനിസം എന്ന് പറഞ്ഞാൽ അല്ലെ, വാട്ട് ഈസ് ജൈനിസം എന്ന് പറയുന്ന ഒരു ചോദ്യം എന്തായാലും ഡയറക്റ്റ് 2 മാർക്കിനൊക്കെയുള്ള ഒരു ചോദ്യം എന്തായാലും വരും. അതേപോലെ തന്നെ ജൈനിസം ചിലപ്പോൾ ജൈനിസം ആയിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം വരും അല്ലെ, ഹു വേർ ദ തീർത്ഥങ്കരാസ്, ആരായിരുന്നു തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ ജൈനൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തീർത്ഥങ്കരനാണ്. അതായത് ജൈനമത സന്യാസിനികളെ നമ്മൾ വിളിച്ചിരുന്നത് സന്യാസിമാർ എന്നല്ല, പകരം തീർത്ഥങ്കരാസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മൊത്തം എത്ര തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു ഒരു ചോദ്യം ഉണ്ടാവും. 24 തീർത്ഥങ്കരന്മാരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ എടുത്ത് ഒരു 3 തീർത്ഥങ്കരന്മാരുടെ പേര് പറയുന്നുണ്ട്. 1ാമത്തെ തീർത്ഥങ്കരൻ, 23ാമത്തെ തീർത്ഥങ്കരൻ, 24ാമത്തെ തീർത്ഥങ്കരനാണ് നമ്മുടെ വർദ്ധമാന മഹാവീരൻ. ബാക്കി 2 തീർത്ഥങ്കരന്മാർ ആരാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ 3 മാർക്കിന് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഏതായിരിക്കും ആ ചോദ്യം? ജൈനിസവുമായി ബന്ധപ്പെട്ടത്. ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം. യെസ്, ജൈനമത ആശയങ്ങൾ എന്താണ് എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും വന്നേക്കാം. ഒരു 3 ആശയങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് ലോകത്തിലെ ഏതൊരു വസ്തുവിനും ജീവൻ ഉണ്ടെന്നും, അതേപോലെ തന്നെ അതിനൊന്നും ഉപദ്രവിക്കരുതെന്നും, അതേപോലെ തന്നെ നമ്മുടെ ബർത്ത് ആൻഡ് റീബർത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കിയിരിക്കണം. പിന്നെ ജൈനിസവുമായിട്ട് വരാൻ സാധ്യതയുള്ള പിന്നെ ഒരു ചോദ്യം എന്തായിരിക്കും? ജൈനമതത്തിന്റെ തകർച്ച. ഡിക്ലൈൻ ഓഫ് ജൈനിസം ഒരു പ്രധാനപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു ജൈനമതം 2 ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എന്തൊരു കാര്യം വന്നാലും ആശയങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. അത് തന്നെയാണ് ശരിക്കും ജൈനമതത്തിന്റെ തകർച്ചയ്ക്കും കാരണം. അതേപോലെ തന്നെ ഞാൻ പറയട്ടെ, ജൈനമതം ഒരു പ്രധാനപ്പെട്ട ഒരു മതമാണ്. ഇതേ കാലത്ത് കണ്ടംപററി ആയിട്ട് വളർന്നു വന്ന മറ്റൊരു മതമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ജൈനമതത്തെക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഒരു ഭാഗമാണ്. അത് ഏതായിരിക്കാം? ബുദ്ധമതം. യെസ്, ബുദ്ധിസം ആണ്. ബുദ്ധമതത്തെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് എക്സാമിന് വന്നേക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധിസം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വളരെ അപ്പൊ അതിനകത്ത് എന്തെല്ലാം കാര്യം ഇപ്പൊ ബുദ്ധ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവിതം വളരെ ദുസ്സഹമാണെന്നും അതിന് നമ്മുടെ ഡിസയർ ആണ് അതിന് പ്രധാനപ്പെട്ട
കാരണമെന്നും അപ്പൊ നമ്മൾ ആ ഡിസൈറിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധിസം മോസ്റ്റ് റെലവെന്റ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പൊ അതെന്തായാലും നോക്കിയിരിക്കണം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്തൂപങ്ങൾ. അതായത് ബുദ്ധൻ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങളും മറ്റവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനോട് അത്രയും ആരാധനയുള്ള അദ്ദേഹത്തിന്റെ ജനങ്ങള് രൂപീകരിച്ച ഓരോ ശരിക്കും അർത്ഥവൃത്താകൃതിയിലൊക്കെ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്തൂപമാണ്. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ട്. നമ്മുടെ 200 രൂപ നോട്ടിൽ വരെ നമ്മൾ കാണുന്നതാണ് അത്, അല്ലെ? എന്ന് മാത്രമാവില്ല ചിലപ്പോ ഈ രണ്ട് ചിത്രങ്ങൾ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഏത് സ്തൂപങ്ങളാണ്, ഏതാണ് സ്ഥലങ്ങൾ. ഇപ്പൊ യുനെസ്കോ പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ചിട്ടുള്ള സാഞ്ചി സ്തൂപവും സാരനാഥിലെ സ്തൂപങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ സ്തൂപങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവണം. ഇനി ഇത്രയാണോ ബുദ്ധിസത്തിൽ നിന്നും? അല്ല, ബുദ്ധിസത്തിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സംഘങ്ങളുടെ കാര്യങ്ങളുണ്ടാവും. സംഘാസ്. കാരണം ഈ ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നത് ഈ സംഘാസ് ആണ്. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് സംഘ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ചിലപ്പോൾ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും. അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് 5 മാർക്കിന് വേണമെങ്കിൽ വരെ വന്നേക്കാം. ബുദ്ധമതം 2ആയി മാറിയത് മഹായാനാസും ഹീനയാനാസും. അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് മറ്റു മോങ്സ് അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ ടീച്ചിങ്, അവരുടെ വിഹാരങ്ങള്, അവരുടെ ഈ പറഞ്ഞ സ്തൂപാസ്, അതെല്ലാം ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട ഇതാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ പറയണം. ബുദ്ധന്റെയും ജൈനന്റെയും ആ ഒരു ബയോഗ്രഫി നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്കാണ്, രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്കാണ്. അതായത് ഗംഗറ്റിക് ബേസിനിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? അതായത് ഏർലി വേദിക് പീരീഡിൽ നിന്നും ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്നപ്പോൾ അവിടെ ജനജീവിതത്തിൽ ഉണ്ടായ മാറ്റമാണ്. അവർ ആ ട്രൈബ് ഒക്കെ വിട്ടു, പകരം അവരൊരു വേറൊരു ജീവിതം ആരംഭിച്ചു. അതിന് നമ്മൾ എന്താ പറയുക? ജനപദാസ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ജനപദങ്ങൾ, ജനങ്ങൾ, നൊമാഡിക് പീപ്പിൾസിന്റെ കാല് പതിഞ്ഞ സ്ഥലം, ദാറ്റ് ഈസ് ജനപദ. അവരവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു. എന്നാൽ പിന്നീട് ഈ ജനപദങ്ങളൊക്കെ മാറിയിട്ട് അത് മഹാജനപദങ്ങളായി മാറി. അപ്പൊ മഹാജനപദങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം ഈ കാംബോജ, ഗാന്ധാര, കുരു, മത്സ്യം എന്നൊക്കെ പറഞ്ഞിട്ട് 16 മഹാജനപദം. ഞാൻ ചോദിക്കട്ടെ, ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദം ഏതാണ്? മഗധയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഇൻ മഹാജനപദ. മഹാജനപദങ്ങളിലെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു? അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ കൃഷിയെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ ഗണനായക്, ഗണസംഘ് എന്നൊക്കെയാണ് അവരെ പറഞ്ഞത്. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. ഇനി മഹാജനപദങ്ങളിൽ പ്രധാനപ്പെട്ട മഹാജനപദമായ മഗധയെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ വാച്ചി സിറ്റിയെ കുറിച്ച് ദിഖനികായ എന്ന് പറയുന്ന ബുദ്ധന്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ മഹാജനപദങ്ങളെ കുറിച്ച് ഒരു ചോദ്യം ചിലപ്പോ കയറി വരുന്നത്. വാച്ചി പോലെ മറ്റു മഹാജനപദങ്ങൾ ഏതെല്ലാമാണെന്നൊക്കെ ചോദിക്കാം. മഗധയ്ക്ക് എന്തായാലും ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പോ മഗധയുമായി ബന്ധപ്പെട്ട് പലതരം ചോദ്യങ്ങൾ വന്നേക്കാം. ഒരു ചോദ്യം ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ മഗധ വളരാനുണ്ടായ കാരണം ഈ 16 മഹാജനപദങ്ങളിലും ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് മഗധയാണ്. അപ്പൊ നമ്മളോട് ചോദിക്കാം, റൈസസ് ഓഫ് മഗധ, മഗധയുടെ വളർച്ചയ്ക്ക് ഉണ്ടായ കാരണങ്ങൾ. വാട്ട് ആർ ദ റീസൺ ഫോർ റൈസ് ഓഫ് മഗധ? മഗധയുടെ വളർച്ചയ്ക്ക് ഉണ്ടായ കാര്യങ്ങൾ ഞാനൊരു 2 കാര്യം ഞാൻ പറയാം. 2 കാര്യം ടീച്ചർക്ക് എന്തൊക്കെയാണ് 2 കാര്യം? ഇപ്പൊ അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ കാലാവസ്ഥ നല്ല മഴ കിട്ടുന്ന ഒരു റീജൻ ആയിരുന്നു. നല്ല ഫെർട്ടൈൽ സോയിൽ ആയിരുന്നു, അല്ലെ? ഇമ്പോർട്ടന്റ് ആണ്. ഇരുമ്പയിര്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് റിസോഴ്സുകൾ ഒരു പ്രധാനപ്പെട്ട ആനകൾ ധാരാളം. അതുകൊണ്ട് തന്നെ യുദ്ധത്തില് ആനകളെ പങ്കെടുപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. വേണ്ടി ഉപയോഗിക്കാം. പിന്നെ മഗധയില് ജലസമൃദ്ധി, അവിടെ നിന്ന് ധാരാളം ഈ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒക്കെ പോസിബിൾ ആയിരുന്നു. ഇതെല്ലാമാണ്. പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ്ങിന് ഒരു സാധ്യത കാണുന്നില്ലേ? തീർച്ചയായും. മഗധയിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ആരെല്ലാമായിരുന്നു എന്നുള്ളതാണ്. അത് ഹാര്യങ്ക രാജവംശം, ശിശുനാഗ ഡൈനാസ്റ്റി, അതുപോലെ തന്നെ നന്ദ ഡൈനാസ്റ്റി. അപ്പൊ അവിടെയൊക്കെ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജാക്കൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. ചിലപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മഗധ ഭരിച്ചിരുന്ന ഒരുപാട് രാജവംശങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, അതിൽ എടുത്തു പറയേണ്ട ഒരു രാജവംശമുണ്ട്. അതാണ് നമ്മുടെ മൗര്യ ഡൈനാസ്റ്റി അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഡൈനാസ്റ്റീസ് പറഞ്ഞപ്പോ ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി ആയിരുന്നു നന്ദ ഡൈനാസ്റ്റി. ഈ നന്ദ ഡൈനാസ്റ്റിയിലെ ധനനന്ദൻ എന്ന് പറയുന്ന ആ ഒരു രാജാവിനെ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ ഏകദേശം ഒരു 321 BC ഡിഫീറ്റ് ചെയ്ത് സാമ്രാജ്യം, നമ്മുടെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായിരുന്നത്.
ഈ മൗര്യ സാമ്രാജ്യം ഇത്ര അധികം വളർന്നു വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാരണമുണ്ടല്ലോ, അതാണ് നമ്മുടെ അർത്ഥശാസ്ത്ര. അതായത് കൗടില്യന്റെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് രാജാവും രാജ്യകാര്യങ്ങളും നടത്തിയിരുന്നത്. ഓക്കെ, ഈ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഒരു സംഭവം അത് എഴുതിയത് ആരാണ്? ഒരു മാർക്കിന് ചോദ്യം വരാം അല്ലെ, കൗടില്യ അല്ലെങ്കിൽ ചാണക്യ, രണ്ടുപേര് എഴുതിയാലും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സപ്താംഗാസ് തിയറി എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. സപ്താംഗം, 7 അംഗങ്ങളുണ്ട്, 7 കാര്യങ്ങൾ. രാജാവുണ്ട്, അമാത്യ, മിത്ര, 7 ഘടകങ്ങൾ വരുന്നുണ്ട് അതിൽ. ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതൊരു 3 മാർക്ക് മുതൽ മേലേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇതാണ്. പിന്നെ മൗര്യ ഭരണത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? കാരണം മൗര്യ സാമ്രാജ്യം ഒരു ചെറിയ സാമ്രാജ്യം അല്ലായിരുന്നു, അതൊരു വാസ്റ്റ് ആയിരുന്നു. വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ രാജാവിന് നേരിട്ട് അവിടെ പോയി ഭരണം നടത്തുന്ന കാര്യം പോസിബിൾ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണം എളുപ്പമാക്കാൻ രാജാവ് എന്ത് ചെയ്തു? പ്രൊവിൻസസുകളായിട്ട്, പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തു. 4 പ്രൊവിൻസസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ പ്രൊവിൻസസുകളിലും ഓരോ ഗവർണർമാരെ, അങ്ങനെ ഗവർണർമാരാണ്. ക്യാപിറ്റൽ ആയിട്ടുള്ള പാടലിപുത്രം മാത്രം രാജാവ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു, ഗവർണർമാര് ഭരണം നടത്തി. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും വേണമെങ്കിൽ ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ വരാവുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് ഏതായിരിക്കും? അത് മൗര്യ ആർമി ആയിരിക്കും, മൗര്യൻ ആർമി. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മൗര്യ ആർമി അല്ലെങ്കിൽ മൗര്യ സൈന്യത്തിന്റെ പ്രത്യേകതയാണ്? എനിക്ക് തോന്നുന്നത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഫാൻട്രി കാലാൾപ്പട, കാവലറി കുതിരപ്പട, കാരിയോട്സ് അഥവാ രഥങ്ങള്, അതേപോലെ തന്നെ എലിഫന്റ് ആനപ്പട, പിന്നെ അതുപോലെ നേവി നാവികന്മാരും അല്ലെ. ഒരു 30 അംഗങ്ങൾ അടങ്ങിയ ഒരു സമിതിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി മൗര്യ ഭരണത്തിൽ ഇപ്പോ നമ്മള് ചന്ദ്രഗുപ്ത മൗര്യൻ അല്ലെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് അശോകൻ. അശോക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നാഷണൽ ഫ്ലാഗിലെ അശോക ചക്രം അല്ലെ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും സിമ്പൽ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അശോകൻ എങ്ങനെയാണ് ഈ ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയത്? അതൊരു ഡയറക്റ്റ്, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അശോകൻ ധമ്മ അശോകന്റെ ധമ്മ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എക്സാമിന് നമുക്ക് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അശോകാസ് ധമ്മ. അതേപോലെ തന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന മൗര്യ രാജ്യത്തിന്റെ വളർച്ച, ഗ്രോത്ത് മൗര്യ. കാരണം ട്രേഡ് ഒക്കെ നല്ല രീതിയിൽ മൗര്യ ഡൈനാസ്റ്റിയിൽ ഉയർന്നു വന്നു. കാരണം പഞ്ചുമാർക്കഡ് കോയിൻ, കോപ്പറും അതേപോലെ തന്നെ സിൽവർ ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അവർ കോയിൻസ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അവരുടെ ട്രേഡ്, ഒരുപാട് ട്രേഡ്. ആ കാലഘട്ടത്തിലാണ് സേട്ട്, നമ്മളൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന സേട്ട് എന്ന് പറയും, സേത്ത് എന്നുള്ള രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യണമെങ്കിലും സേട്ടുമാരെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു സാതവാഹകൻ. അതേപോലെ ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടായിരുന്നു. പൗരാണിക ഗ്രീക്ക് ഏതൻസുമായിട്ടൊക്കെ ഉള്ളൊരു അന്താരാഷ്ട്ര ബന്ധം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ നദിയിലൂടെ തന്നെ ഈ എക്സ്പോർട്ടിംഗ് പോസിബിൾ ആയിരുന്നു. ഇതൊക്കെയാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പലപ്പോഴും കുട്ടികൾ അത് റെലവെന്റ് അല്ല എന്ന് കളയുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഗ്രീസ്, അതായത് ഗ്രീസിലെ രാഷ്ട്ര രൂപീകരണം. നമ്മളിപ്പോൾ ജനപദങ്ങൾ രൂപീകരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, അത് പിന്നീട് മഹാജനപദങ്ങളായി എന്ന് പറഞ്ഞു. ഇതേപോലെ ഗ്രീക്കിൽ ഉണ്ടായിരുന്നതാണ് സ്റ്റേറ്റുകൾ. സ്റ്റേറ്റുകൾ പിന്നീട് ഒരുമിച്ച് ചേർന്ന് സിറ്റി സ്റ്റേറ്റുകളായി മാറി. അപ്പൊ അതേപോലെ സിറ്റി സ്റ്റേറ്റ്, അതായത് നമ്മളുടെ ഈ ഒരു ജനപദങ്ങൾ അതേ ഒരു ഫോമിൽ. കാരണം പൗരാണിക ഗ്രീക്കും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആ സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന ഭാഷകളില്, ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറുകളില്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറില്, അല്ലെങ്കിൽ അവരെഴുതി വെച്ചിരുന്ന പുരാണങ്ങളിൽ, ഗ്രീക്ക് പുരാണങ്ങളും ഇന്ത്യൻ പുരാണങ്ങളിലുള്ള സിമിലാരിറ്റി, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ മഹാജനപദങ്ങളുമായിട്ട് ഈക്വൽ ആയിട്ട് നിൽക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സിറ്റി സ്റ്റേറ്റ് ഉണ്ട്. ആ ഒരു സിറ്റി സ്റ്റേറ്റിന്റെ റെലവൻസ് എന്തായാലും നമ്മുടെ ഏതൻസ് ആണ്. ഏതൻസ് ഓൺ ദ ഡെമോക്രാറ്റിക് വേ അല്ലെ. അപ്പോ ഈ ഏതൻസിന് ഒരു പ്രത്യേകത, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത്, അല്ലെ നമ്മൾ ഇന്ന് കാണുന്ന ഡെമോക്രാറ്റിക് അന്നുണ്ട്. ഏകദേശം ഒരു 2500 വർഷം മുന്നേ ഏതൻസിൽ നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ കാണുന്ന ജനാധിപത്യം അല്ലേ, ഇന്ന് എല്ലാവർക്കും, നമ്മളൊരു അഡൽട്ട് ആയിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഏതൻസിൽ അങ്ങനെയായിരുന്നില്ല. 30 വയസ്സിന് മുകളിലുള്ള ആണുങ്ങൾ മാത്രമായിരുന്നു അവിടെ സിറ്റിസൺ. അതേപോലെ തന്നെ സ്ത്രീകള്, അടിമകള് അല്ലെ, പിന്നെ വ്യാപാരികൾ, അവരെ ഒന്നും അവര് പൗരന്മാരായിട്ട് അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏതൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും.
സോ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പ്രധാനമായിട്ട് പഠിക്കും. നോക്കിയിട്ടുണ്ടാവും.